ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് എനിക്കിഷ്ടപ്പെട്ട ഒരു വചനം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വചനം വേറൊന്നുമല്ല, ജെറമ്യായുടെ പുസ്തകത്തിലുള്ള വചനം 23 അധ്യായം 23 തിരുവചനം. ഓർക്കാൻ എളുപ്പമല്ലേ? ജെറമ്യ 23:23. അതിനകത്ത് ദൈവം ഇപ്രകാരമാണ് നമ്മളോട് വചനത്തിലൂടെ എന്നോടും നിന്നോടും ഇന്നത്തെ ദിവസം ഈ നിമിഷം സംസാരിക്കുന്നത്. ഇങ്ങനെയാണ്. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതത്തിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്. നീ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വിഷമിക്കുന്നോ, സങ്കടപ്പെടുന്നോ, അല്ലെങ്കിൽ നിരാശപ്പെടുന്നോ, ആരെങ്കിലും മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യത്തിനൊക്കെ നീ കുറ്റപ്പെടുത്തലുകളൊക്കെ എടുത്തുകൊണ്ട് ഈ നിമിഷം ഈ ഭൂമിയിലായിരിക്കുന്നെങ്കിൽ ഈശോ നിന്നോട് പറയുന്നതാണ്, നീ പള്ളിയിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷമായിരിക്കുമ്പോൾ മാത്രമല്ല ഞാൻ നിന്റെ കൂടെ ഉള്ളത്. നിന്റെ ഏത് അവസ്ഥയിലും കൂടെ ഉള്ളവനാണ് ഞാൻ. ഈ സ്വർഗത്തിലും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഞാൻ. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. എപ്പോഴും നിന്റെ സമീപസ്ഥനായിട്ട് നിന്റെ കൂടെ നിൽക്കുന്നവനാണ് ഞാൻ എന്ന് ഈശോ നമ്മളോട് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം മറക്കണ്ട, ജെറമ്യയുടെ പുസ്തകം 23 അധ്യായം 23 തിരുവചനം. കർത്താവ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഭയപ്പെടേണ്ട. ഭൂമിയിലും സ്വർഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം നിന്റെ ഏതവസ്ഥകളിലും നിന്റെ കൂടെയുണ്ട്. അപ്പം കണ്ണീരുകളും സങ്കടങ്ങളോ വിഷമങ്ങളോ എന്തെങ്കിലും ആകുലതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞോളൂ. നിന്റെ കൂടെ നടക്കുന്ന ഈശോ നിന്റെ കൈ പിടിച്ച് നടത്തിക്കോളും. അപ്പം വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കാനായിട്ടും ഒത്തിരി ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്താനായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാനൊക്കെ ആയിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.